3ാമത്തെ റാങ്കിൽ കമ്പനി ഒരു ഇൻഷുറൻസ് നമുക്ക് തരുന്നുണ്ട്, പെർഫോമൻസ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം 4, 5 എല്ലാം കഴിഞ്ഞ് 6ാമത്തെ റാങ്കിൽ ഒരു റൈഡർ ഫണ്ട് നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് 5 ലക്ഷം രൂപ ഒരു എമറാൾഡ് എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഒരു 11ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് ഒരു ആനുവൽ ഇൻകം കിട്ടുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് 12ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ 50 ലക്ഷം രൂപ കമ്പനി തരുന്നുണ്ട്. 13ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ 1 കോടിയുടെ വില്ല കൊടുക്കുന്നുണ്ട്. ഇതില് എനിക്ക് തോന്നുന്ന ഏകദേശം 1 കോടിയുടെ വില്ല മാത്രമേ എനിക്ക് വാങ്ങിക്കാൻ പറ്റാണ്ടായിട്ടുള്ളൂ. പറ്റാണ്ടല്ല, ഞാൻ ഏകദേശം ഓക്കെയാണ്. നമ്മളെ കമ്പനി ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ പ്രോഗ്രാമിന് 1 കോടിയുടെ ചെക്ക് എനിക്ക് കിട്ടാനേ ഉള്ളൂ. അപ്പൊ അത് ഒരു 1.25 വർഷത്തോളം ഞാനൊരു ഡെയിലി 30,000 എന്നുള്ള രീതിയിലേക്ക് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ബിസിനസ്സാണ്, നമ്മൾ എല്ലാ സമയത്തും ഒരുപോലെ തന്നെ 30,000 കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനമുണ്ട്. 20,000 വരുന്നുണ്ട്, 15,000 വരുന്നുണ്ട്, 27,000 വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബിസിനസ് വോളിയത്തിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞെല്ലാം നിൽക്കും. എന്നാലും ഇന്ന് ഇത്രയും കാലം വരെ എനിക്ക് വലിയൊരു വരുമാനം എനിക്ക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഒരു വീട് എനിക്ക് ഉണ്ടാകും, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന്. അങ്ങനെ എനിക്കൊരു വീട് വെക്കാൻ ഒരു 10-70 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ വന്ന ആളുകൾ എല്ലാം ഉണ്ട്. സിനോ സാർ വന്നിട്ടുണ്ട്, റാഫി സാർ വന്നിട്ടുണ്ട്, കുറെ ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഫിജി കാർഡിലൂടെ ഉണ്ടാക്കില്ല. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, സ്വപ്നേച്ചിക്ക് ഫിജി കാർഡിന്റെ പേര് വെച്ചൂടെ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് വെച്ചിട്ടില്ല. ആദ്യം എൻ്റെ മക്കളൊരാഗ്രഹമാണ്, അവരൊരു പേര് വെച്ചിട്ട് അവരെന്താക്കി അവർ പേരിട്ടിട്ടുണ്ട്. പക്ഷെ 1 രൂപ പോലും എൻ്റെ മോൻ്റെതോ എൻ്റെ ഹസ്ബൻഡിൻ്റെതോ എൻ്റെ മക്കളതോ ആരുമില്ല. ഫിജി കാർഡിലൂടെ മാത്രം നേടിയെടുത്ത പൈസ കൊണ്ടാണ് സ്ഥലം വാങ്ങിക്കുകയും അവിടെ ഒരു വീട് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് എൻ്റെ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ മോള് ഡിവോഴ്സ് ആവാൻ കാരണം ഗോൾഡ് കുറഞ്ഞതിന്റെ പേരിലാണ് ഡിവോഴ്സ് ആയത്. ഒരു വാവിനെ തന്നുകൊണ്ടാണ് ഡിവോഴ്സ് ആയത്. ഇന്ന് ആ വാവിന്റെ പേരിൽ എൻ്റെ ബാധ്യതകൾ തീർക്കുമ്പോഴത്തേന് ഒരു 30 ലക്ഷം രൂപ വാവക്ക് ഡിപ്പോസിറ്റ് ഇട്ട് കൊടുത്തു. അത് കൂടാതെ എൻ്റെ മോൾക്ക്, അതായത് ഗോൾഡ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ആ മോൾക്ക് തന്നെ ഒരു 38 ലക്ഷം രൂപ എൻ്റെ സ്ഥലം തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ ചെയ്തത് ഒരു 100-120 പവൻ്റെ, ഞാൻ പറഞ്ഞില്ല മാർച്ച് മാസത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് മാർച്ച് മാസത്തിന് പേടിക്കാനും ഇല്ല. വില കൂടുന്നത്, അതായത് സ്വർണത്തിന് ഓരോ നിമിഷം വരും. എനിക്ക് അത്ര വലിയൊരു പേടിയില്ല. കാരണം എൻ്റെ മരുമോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ ചില സമയത്ത് ഫാൻസിയിൽ സാധനം വാങ്ങുമ്പോഴാണ് അമ്മ ഗോൾഡ് വാങ്ങണം. ആ ഒരു രീതിയിലായി മാറിയിട്ടുണ്ട്. കാരണം ഇതെന്നെ അങ്ങനെ ആക്കി മാറ്റിയത് നമ്മളെ ഫിജി കാർഡാണ്. കാരണം ഞാൻ എന്താണ് ചെയ്തത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും, ഞാൻ എന്താ ചെയ്തത്? 1 ടൈം പർച്ചേസിങ് മാത്രം നടത്തിയിട്ടുള്ളൂ. ഇന്ന് എൻ്റെ വരുമാനം, ഇന്ന് എൻ്റെ ഫാമിലിനെ ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് എന്നോട് എനിക്ക് തോന്നുന്നു എല്ലാവരും അനുഗ്രഹം എൻ്റെ അമ്മേൻ്റെയോ അച്ഛൻ്റെയോ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടാവും. എപ്പോഴും എൻ്റെ അമ്മ പറയും മോള് നന്നാവും എന്ന് പറയും. പക്ഷെ നമുക്ക് അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ അവസരം നമ്മുടെ കയ്യിലുണ്ട്, കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ എന്നുള്ള ഒരു സംഭവം മാത്രം നമ്മൾ ഓരോരുത്തരും ചെയ്താൽ മതി. നമുക്ക് അവസരങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇതൊക്കെ നേടണം, നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഫിജി കാർഡിൽ നമ്മളെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യണുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളൊരു ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. നമുക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കാൻ നമുക്ക് വരുമാനമുണ്ട്. അപ്പൊ ഇന്ന് 120 പവനോളം എൻ്റെ മോൾക്ക് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാല് എൻ്റെ മോൾ ആദ്യത്തെ ഹസ്ബൻഡ് ഇതേപോലെ ബേക്കറിയാണ്. ഒരുപാട് ബേക്കറി ആൾക്കുണ്ട്. അന്ന് എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ഒരു സമയത്ത് ഞാനൊരു ബേക്കറി, ഒന്നുമില്ലാത്ത സമയത്താണ്, ഫിജിക്കാളിൽ വരാത്ത സമയത്താണ് ഞാൻ കണ്ട ഒരു ബേക്കറിയിൽ എടുക്കണം എന്നുള്ളത്. ഇന്ന് ബാംഗ്ലൂർ ഒരു KR പുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും അന്വേഷിക്കാം, തൊട്ടടുത്ത് നല്ലൊരു ഏരിയയിൽ തന്നെ നല്ലൊരു ബേക്കറിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നടക്കാണ്ട് പോയി എന്താവട്ടെ, നമുക്ക് വാശിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു വ്യക്തിനോടല്ല, പക്ഷെ നമ്മളെ കുറെ ആളുകൾ ആട്ടിയതും അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റൂലാന്നും അല്ലെങ്കിൽ നീയൊന്നും രക്ഷപ്പെടൂലെന്നും നമ്മളോട് മുഖത്ത് നോക്കി പറയുന്നില്ല. പക്ഷെ അവരെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാവണ ഒരു സംഭവം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇപ്പൊ ഞാൻ എൻ്റെ മോളെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം അമ്മ എന്തൊക്കെയോ നേടിയിട്ടുണ്ട് അല്ലേ. ഒരു സമയത്ത് എൻ്റെ അമ്മക്ക് ഈ സന്തോഷം ഉണ്ടായോ? എന്തുകൊണ്ടാ? മരിക്കണ വരെ എൻ്റെ അമ്മ
കണ്ണീര് കൊണ്ടാണ് മരിച്ചത്. കാരണം അവരെ മകള് രക്ഷപ്പെട്ടിട്ടില്ല, ഒരു വീടില്ല, നല്ല സുരക്ഷിതത്തിലല്ല ജീവിക്കണം. അവരെ മക്കള്, അവരെ ഭാവി എന്താവും, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു സമാധാനം ഉണ്ടാവും എന്ന് കണ്ടിട്ടാണ്. ഇന്ന് ശരിക്കും അമ്മ ഇല്ലെങ്കിലും എനിക്ക് എനിക്ക് എത്ര കോടികൾ ഉണ്ടാക്കിയാലും എൻ്റെ അമ്മക്കോ എൻ്റെ അച്ഛനക്കോ പകരം വെക്കാൻ അതെല്ലാവർക്കും അങ്ങനെയാണ്, എനിക്ക് മാത്രമല്ല. പക്ഷെ അതിലപ്പുറം ഞാനും എൻ്റെ അമ്മയും ഭയങ്കര ഒരു ബന്ധമാണ്. എപ്പോഴും തമാശ പറഞ്ഞിട്ടും അങ്ങനെ ഒരു ഭയങ്കര ബന്ധം. പക്ഷെ ഇന്ന് അമ്മ ഇല്ല. പക്ഷെ ഇന്ന് ആ അമ്മ കാണുന്നുണ്ടാവാം ഞാൻ ഇത്രയും എന്താ പറയാ, അമ്മ പറഞ്ഞ അല്ലെങ്കിൽ അമ്മൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഇത്രയും വലിയൊരു വരുമാനം ഒരിക്കൽ പോലും ഞാനും രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. ഇത്രയും നാളുകൾ കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരുപാട് ആളുകളെ മുന്നിൽ ഞാൻ നിവർന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഒരു 2-3 വർഷം കൊണ്ട് എന്നെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനൊക്കെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു ബിസിനസ്സാണ് നമ്മളെ ഫിജിക്കാട്ട് അല്ലെങ്കിൽ ബോബി ചമ്മ. ആ ഒരു വ്യക്തിയെ എനിക്ക് അറിയാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് സ്പോട്ടിൽ തിരിച്ചിട്ട്. കാരണം ആ ഒരു ബോച്ചെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലൂടെയാണ് ഞാൻ ഈ കാണുന്നത്. കാരണം അത്ര നരകയാതന അനുഭവിച്ച ഒരു വ്യക്തി ഇന്ന് ഇത്രയും വലിയ രീതിയിൽ അല്ലെ, എവിടെ പോണ സമയത്തും ഏത് സ്ഥലത്ത് പോണ സമയത്തും ഏതെങ്കിലും ഒരാൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്. മേഡം ഫിജിക്കാർഡിലുള്ളതല്ലേ, മേഡം ഇത്ര വരുമാനം വാങ്ങിയ ആളല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു. ഒരു സമയത്ത് എന്താ പറയാ, എനിക്കെപ്പോഴും എവിടെ പോയാലും എനിക്ക് ഒന്നാമത് എത്തണം. പക്ഷെ അത് ചില സമയത്ത് ഡോക്ടർ എടുത്തായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ആ ശീലമുണ്ട്, അതൊന്നും മാറിയിട്ടില്ല. കാരണം ഡോക്ടർ എടുത്ത് പോലെ ഒരു ക്ഷമയില്ല, മുന്നിൽ പോയി നിൽക്കണം. കാരണം ബാക്കിലുള്ള ആളുകൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് മുന്നിൽ നിൽക്കണം. എനിക്കറിയില്ല, അതൊരു ഭയങ്കര ശീലമാണ്, ഒരു വൃത്തികെട്ട ശീലമാണ്. പക്ഷെ അത് മാറ്റാൻ പറ്റിയില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. അതായത് വരിക്കലിന് കുറേ ആളുകൾ നിൽക്കും, അവിടെ മുന്നിലേക്കും എല്ലാം നുഴഞ്ഞു കയറി മുന്നിലേക്ക് എത്തണം. എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയ അവസരവും എനിക്ക് അതുപോലത്തെ ഒരു അവസരമാണ്. മെല്ലെ ഒന്നാമത്, അതായത് ഇന്ന് ഓൾ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വരുമാനം വാങ്ങാനും ഇതൊക്കെ ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടാവാനുള്ള ഒരു കാരണം എൻ്റെ ജീവിതവും എൻ്റെ ജീവിത സാഹചര്യവും അത്രയും മോശമായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വേദിയിൽ നിന്ന് ഇത് പറയേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആരും ഞാൻ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ജോയിൻ ആവരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ, ഞാൻ കോഴിക്കോടാണ് വീട്, കോഴിക്കോട് ഇപ്പം നിൽക്കുന്നത് ബട്ടറോഡ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ്. നിങ്ങൾക്ക് ആർക്ക് വന്നാലും എൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനോ അന്വേഷിക്കാനോ പറ്റും. എൻ്റെ തൊട്ടടുത്തുള്ള ആളുകളെല്ലാം ഇപ്പം പറയണത്, ഇപ്പോഴും തന്നെ കുറച്ച് മുന്നേ പറഞ്ഞു തുടങ്ങി, ഫിജിക്കാർഡിന്റെ പേര് പറയണില്ല. കാരണം ഞാൻ അവിടെ ഫിജിക്കാർഡ് ചെയ്തിട്ടൊന്നല്ല അവർ രക്ഷപ്പെട്ട് വിജയിക്കുന്നത്, കുഴൽപ്പണം. കുഴൽപ്പണം. അപ്പൊ ഏതെങ്കിലും പണം ആയാലും ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ ഫാമിലി രക്ഷപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ എന്താണോ ആവശ്യമുള്ള നമ്മളെ മക്കൾക്ക് ഒരു സമയത്തൊന്നും നമുക്കൊരു ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇന്ന് ഏത് കടയിൽ പോകുന്ന സമയത്തും ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ജോയിൻ ചെയ്തൊരു വർഷമെല്ലാം ആകുമ്പോഴത്തേനൊക്കെ, ഒരു 1.5 വർഷമെല്ലാം ആകുമ്പോഴത്തേനൊക്കെല്ലാം സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതായത് ഗൂഗിൾ പേ ചെയ്യാൻ ഒരു അഭിമാനമാണല്ലോ എല്ലാവരും മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൺ വെച്ചിട്ട് ഇത് ചെയ്യാൻ. അപ്പൊ അങ്ങനെ മെല്ലെ പഠിച്ച് നോക്കിയപ്പോൾ തിരൂരുള്ള ഏതെല്ലാം ആൾക്ക് അക്കൗണ്ടിലേക്ക് 16,000 റുപ്യ കയറി. തിരിച്ച് എന്താ പറയാ, ആളോട് പറഞ്ഞ് അയ്യോ പെട്ടെന്ന് ഒരു എക്സാമിന്റെ ഞാൻ കടക്കാൻ പോവാണ്, വേഗം ഒന്ന് എത്തിക്കുക വെച്ചാൽ ആളെ സ്പോട്ടിന് 16,000 എത്തിച്ച്. അപ്പം കൊടുക്കൽ മാത്രമല്ല വാങ്ങാനും അറിയാം. അപ്പൊ എന്തായാലും അന്ന് തുടങ്ങിയിട്ട് അതുണ്ടാക്കി, അത് തിരിച്ച് അന്ന് പഠിച്ചു. നമുക്കൊരു പ്രാവശ്യം തെറ്റ് പറ്റും, പിന്നെ നമ്മളത് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ. ഇന്ന് എത്ര ഇതുണ്ടെങ്കിലും പെട്ടെന്ന് നമ്പർ നോക്കിയിട്ട് അക്കൗണ്ടിലേക്ക് വലിയ എമൗണ്ട് വരുന്നുണ്ട്. ടാക്സിന്റെ ഇതുണ്ട്, കുറെ ഒരുമാതിരി. ഞാൻ പറഞ്ഞില്ല, ഒരു 100 രൂപ അക്കൗണ്ടിൽ ഇല്ലാത്ത, ബാലൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ഒരുപാട് ടാക്സും GST ഒക്കെ അടക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. ഇന്ന് ഭയങ്കര അഹങ്കാരം നിങ്ങളെ മുന്നിൽ നിൽക്കാൻ. നിങ്ങളാരെയും ഇതാക്കാനല്ല ഞാൻ പറയുന്നത്, അത്രയും നേടി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അഹങ്കാരം ഉണ്ട്. അത് ഫിജിക്കാർഡ് തന്നതാണ്. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ബോച്ചനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പം സാധാരണക്കാരായ നമുക്ക് നല്ലൊരു അവസരം ദൈവം തന്നിട്ടുണ്ട്. ഈ അവസരം നിങ്ങൾ എന്താക്കണം, നന്നായിട്ട് ഏറ്റെടുക്കുക.